ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയം കൊട്ടു. ശനിയുടെ രാശിമാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. ശനിയുടെ രാശിമാറ്റം 1200 ആണ്ട് മീനമാസം 15-ാം തീയതി രാത്രി 12:30 അർദ്ധരാത്രി 12:30 ആണ് രാശി മാറുന്നത്. മീനം 15-നാണ്. രാത്രി 12 മണി കഴിഞ്ഞാൽ ഡേറ്റ് മാറും. പക്ഷേ മലയാള ഡേറ്റ് മാറില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് ഉദയത്തിന് ശേഷം മാറുള്ളൂ. അപ്പോൾ 15-ാം തീയതി തന്നെയാണ്. അതേ സമയത്ത് 2025 മാർച്ച് 29 അർദ്ധരാത്രി 12:30 എന്ന് പറയുമ്പോൾ 12 മണി കഴിഞ്ഞാൽ 29 കഴിഞ്ഞ് 30-ാം തീയതിയായി. അപ്പോൾ 30-ാം തീയതിയാണ് ശനിയുടെ രാശിമാറ്റം വരുന്നത്. ആ രാശിമാറ്റം വരുന്ന സമയത്ത് പഞ്ചാംഗ പ്രകാരം മാതൃഭൂമി പഞ്ചാംഗം ഞാൻ നോക്കിയിരിക്കുന്നത്. ആ മാതൃഭൂമി പഞ്ചാംഗ പ്രകാരം ഉദയത്തിന് ശേഷം 45 നാഴിക കഴിഞ്ഞിട്ടാണ്, 45 നാഴിക പറയുമ്പോൾ ഏകദേശം അർദ്ധരാത്രി തന്നെ, 45 നാഴിക കഴിഞ്ഞതിന് ശേഷമാണ് ഈ ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് പോകുന്നത്. നേരത്തെ മകരൻ രാശിയിലായിരുന്നു, സ്വക്ഷേത്രത്തിലായിരുന്നു. പിന്നീട് മൂലക്ഷേത്രമായ കുംഭൻ രാശിയിലായിരുന്നു. ഇനി മീനൻ രാശിയിലേക്ക് കയറുകയാണ്. ആ കയറുന്നത് കുറച്ച് സങ്കടത്തോടു കൂടിയിട്ടാണ്. അതായത് കുംഭമാസം 11-ാം തീയതിക്ക് മൗഢ്യം തുടങ്ങിയിട്ടുണ്ട്. സൂര്യനോടൊപ്പം നിൽക്കുമ്പോൾ ഗ്രഹങ്ങൾക്ക് മൗഢ്യം വരും. മൗഢ്യം എന്ന് വെച്ച് പറഞ്ഞാൽ ബലഹീനതയില്ല. ഇപ്പോൾ ഒരു സൂര്യപ്രകാശത്തിൽ ഒരു വ്യക്തിനെ അടുത്ത് നിൽക്കുകയാണ്, കാണാൻ പറ്റില്ല. അപ്പോൾ സൂര്യനെ മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ അയാളുടെ ബലം കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിയിൽ സൂര്യനോടൊപ്പം എടുക്കുമ്പോൾ മൗഢ്യം വരും. മൗഢ്യം വരുമ്പോൾ ആ ബലമില്ല എന്നാണ് പറയുന്നത്. കുംഭമാസം 11-ാം തീയതി തൊട്ടിട്ട് മീനമാസം 16-ാം തീയതി വരെയാണ് മൗഢ്യം, ശനിക്ക് മൗഢ്യം. ഈ ശനിക്ക് മൗഢ്യം വരുന്നത് 16-ാം തീയതി വരെയാണ്. ഒരു ദിവസത്തിൻ്റെ വ്യത്യാസമുള്ളൂ. 15-ാം തീയതി രാശി മാറുന്നത് 16-ാം തീയതിക്ക് മൗഢ്യം അവസാനിക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു കുഴപ്പമില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ എന്നിരുന്നാലും ഒരു സങ്കടത്തോട്, ഞാൻ സ്വന്തം വീട്ടിലായിരുന്നു, പിന്നെ വേറെ ഒരു വീട്ടിലേക്ക്, എന്നെക്കാട്ടി നല്ലൊരു വീട്ടിലേക്ക് മാറി. ഇപ്പോൾ ഞാൻ വേറൊരു വീട്ടിലേക്കാണ് പോകുന്നത്, സങ്കടത്തോടെ പോകുന്നത്. ആ സങ്കടത്തോട് പോകുന്ന ശനി അവിടെ പോകുന്ന സമയത്ത് എന്താ കാണുമെന്ന് വെച്ച് പറഞ്ഞാൽ അവിടെ ഗ്രഹയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയും സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, രാഹു എല്ലാവരും കൂടി നിൽക്കുകയാണ്. ആ ഗ്രഹയുദ്ധം നടക്കുന്ന സമയത്താണ് ആൾ കയറി പോകുന്നത് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇനി ആ സമയത്ത് 12:30 സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം ധനു ലഗ്നമാണ്. ധനു ലഗ്നത്തിൻ്റെ അധിപൻ ആരാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ വ്യാഴമാണ്. വ്യാഴം ലഗ്നാധിപൻ മാത്രമല്ല, 4-ാം ഭാവത്തിൻ്റെ അധിപനും കൂടിയാണ്. 4-ാം ഭാവം പറയുമ്പോൾ മാതാസുഹൃ മാതുല ബാഹുനി ക്ഷേത്രസുഖവാഹനമാശായ 4-ാം ഭാവം ജനങ്ങളുടെ സ്ഥാനമാണ്, അമ്മയുടെ സ്ഥാനമാണ്, മാതുവിൻ്റെ സ്ഥാനമാണ്, ഭവനത്തിൻ്റെ സ്ഥാനമാണ്, ജനസാന്നിധ്യത്തിൻ്റെ സ്ഥാനമാണ്, സ്ഥലത്തിൻ്റെ സ്ഥാനമാണ്, എല്ലാമാണ്. അതിൻ്റെ അധിപൻ 6-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ദൈവാനുഗ്രഹം ഇല്ല എന്നുള്ള പറയുന്നത്. ഈ ശനിയുടെ രാശി മാറ്റം വരുന്ന സമയത്ത് ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ട സമയത്താണ് രാശി മാറുന്നത്. ശനിയുടെ കാരകത്വം നോക്കുകയാണെങ്കിൽ അലസ ദുഃഖ നിര്യാണ കാരക മന്നജ എന്ന് പറയുന്നത്. അലസതയുടെയും ദുഃഖത്തിൻ്റെയും മരണത്തിൻ്റെയും രോഗത്തിൻ്റെയും കാരകനാണ് ശനി. ഈ ശനിയാണ് സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിലേക്ക് കയറുന്നത്. അതായത് ഉദയലഗ്നത്തിൻ്റെ 4-ാം ഭാവത്തിലേക്ക് കയറുന്നത്. അപ്പോൾ അവിടെ സുഖം കിട്ടുമോ? കിട്ടില്ല. ജനങ്ങൾ സുഖം കിട്ടില്ല. പലവിധ രോഗങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്ന സംശയമില്ലാത്ത കാര്യമാണ്. ദൈവാധീനം കുറഞ്ഞ സമയത്താണ് കയറുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ച് പറഞ്ഞാൽ ഈ ശനിയുടെ രാശി മാറ്റത്തിൽ മീനൻ രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. മീനൻ രാശിയിലാണ് ശനി ഇപ്പോൾ കയറി മാറാൻ പോകുന്നത്. ഈ മാറിക്കഴിയുമ്പോൾ പൂരോരട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും കൂടി ചേരുന്ന രാശിക്കാർക്ക് 7-ര ശനി ഇപ്പോൾ തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ കണ്ടകശനിയും ജന്മശനിയും കൂടിയിട്ടാണ് വരുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് എന്നുള്ളത് തുറന്നു പറയണം. സർവപ്രാസോ വിപദോപപാദോ കേതുപ്രദേശോ മരണസ്യദാസ മടാതി ഗതാച്ച് വിജ്ഞ എന്ന് പറയുന്നത്. സർവവസ്തുക്കളുടെ നാശങ്ങൾ, അഭിമാനക്ഷതകൾ, വിപത്തുകൾ, ആപത്തുകൾ, രോഗങ്ങൾ, കടബാധ്യതകൾ, അബദ്ധവശാൽ പോയി ഓരോരോ കേസുകളിൽ പോയി പെടുന്ന അവസ്ഥ, ഉറക്കമില്ലായ്മ, കടബാധ്യതകളൊന്ന് പെരുകുക, വീട് വിൽക്കേണ്ട അവസ്ഥ വരിക, മാനസികപരമായിട്ടുള്ള ദുഃഖങ്ങൾ, ഉറക്കമില്ലായ്മ. ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാരണവശാലും പണം മുടക്കി ഒരു ബിസിനസ്സിനോ ഒരു പരിപാടിക്കോ നിൽക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത് മീനൻ രാശിക്കാരോട്.
ഒരു പരിപാടിക്കും നിൽക്കരുത്. വാഹന സംബന്ധമായി വർക്ക് ചെയ്യുന്ന എല്ലാവരും വളരെ സൂക്ഷിക്കണം. അതും ഡ്രൈവർമാർ, വാഹനം ഓടിക്കുന്നവർ അർദ്ധരാത്രി വാഹനം ഓടിച്ച് പോകരുത് എന്ന് തന്നെ പറയുന്നത്. ശനിയുടെ സഞ്ചാരം രാത്രിയിലാണ് ശനി പ്രത്യക്ഷപ്പെടുന്നത്, പകലിൽ പ്രത്യക്ഷപ്പെടില്ല, രാത്രിയിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ രാത്രി കാലങ്ങളിൽ വളരെ സൂക്ഷ്മതയോടുകൂടി യാത്രയാണെങ്കിലും ശരി, ഒറ്റയ്ക്ക് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അതേസമയത്ത് 1-2 ആളുകളുണ്ടെങ്കിൽ അവരുടെ ഭാഗ്യത്തിലെങ്കിൽ രക്ഷപ്പെടാം എന്ന് പറയാം. ഡ്രൈവർമാർ പറഞ്ഞാൽ ബസ് ഡ്രൈവർമാരുണ്ടാവും, ലോറി ഡ്രൈവർമാരുണ്ടാവും, ടാക്സി ഡ്രൈവർമാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഒന്ന് കണ്ണടച്ചാൽ കഴിഞ്ഞു പണി. അങ്ങനെയുള്ള ഒരു ഇതാണ് മീനൻ രാശിക്കാർക്ക് വരുന്നത്. അതുപോലെ തന്നെ അപമാനങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. ജനമധ്യത്തിൽ വഷളാകാനുള്ള സാധ്യതകളുണ്ട്. പോലീസ് കേസ് വഴക്കുകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അഭിമാനക്ഷതകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അധികാരം നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. ഗവൺമെൻറ് ജോലികളൊക്കെ ചെയ്യുന്നവർക്കെല്ലാം ചിലപ്പോൾ അബദ്ധവശാൽ കൈക്കൂലികളിലെല്ലാം പെട്ട് വരാനുണ്ട്. പോയ കാലത്തിലുള്ള പല തെറ്റുകളും കണ്ടുപിടിക്കപ്പെടും എന്നുള്ളതും സത്യാവസ്ഥയാണ്. പോയ കാലത്തിലുള്ള പറഞ്ഞാൽ ഇതിന് മുമ്പ് നടന്നിരിക്കുന്ന 2-3 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം മുമ്പോ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നടന്ന സംഭവങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അത് രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി, വലിയ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ശരി, ബിസിനസ്സുകാരാണെങ്കിലും ശരി, ആരായാലും ശരി, അതിൽ പുറത്തു കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. വിദേശ യാത്രയ്ക്ക് ആരും ഇറങ്ങിത്തിരിക്കരുത്. അതിനുവേണ്ടി ചിലവ് മുടക്കരുത്. ചിലവ് മുടക്കൽ കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ബിസിനസ്സും തുടങ്ങരുത് പണം മുടക്കിയിട്ട്. 1000 രൂപ പോലും വന്നിട്ട് ശരിക്കും ആരും കടം കൊടുക്കാൻ പാടില്ല എന്നുള്ള പറഞ്ഞത്. കൊടുത്താൽ കിട്ടില്ല. അപ്പോൾ ലക്ഷക്കണക്കിൻ്റെ കാര്യം പറയണം. കിട്ടിയ കടം എങ്ങനെയെങ്കിലും ഈ രാശി മാറുന്നതിനുള്ളിൽ തിരിച്ചു വാങ്ങിക്കാൻ നോക്കുക, കിട്ടാനുള്ളത്. പിന്നീട് ഒരിക്കലും കിട്ടില്ല എന്നുള്ളത് തന്നെ സത്യം. ഉള്ളത് പോകാതെ നോക്കണം, സേഫ്റ്റി ചെയ്യണം. വല്ല കൈവശം എൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒരു 2.5 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക, എടുക്കാൻ പറ്റാത്ത ലെവലിൽ. അല്ലെങ്കിൽ ആ പണം ചിലവായി പോകും. തസ്കരാരാധി വിഘ്നാദി വ്യാധിയായ തൻസിംഗം. തസ്കരന്മാർ പറഞ്ഞ കള്ളന്മാരുടെ ഉപദ്രവങ്ങളുണ്ടാവും, ശത്രുക്കളുടെ ഉപദ്രവങ്ങളുണ്ടാവും. ശത്രുക്കളുടെ ഉപദ്രവം വളരെ ക്രൂരമായിട്ടെന്ന് പറയുന്നത്. ആഭിചാര ദോഷം വരെ ചിലപ്പോൾ ചെയ്തേക്കും. അങ്ങനെയുള്ള സമയമാണ് ഇപ്പോൾ. അത് ചെയ്തു കഴിഞ്ഞ് ഏൽക്കുകയും ചെയ്യും, പെട്ടെന്ന് ഏൽക്കും. സമയം അത്രയ്ക്ക് മോശമായ കാരണമുണ്ട്. പലവിധ തടസ്സങ്ങളുണ്ടാവും. ഒരു യാത്രയ്ക്ക് പുറപ്പെട്ട തടസ്സമുണ്ടാവും. ഏതെങ്കിലും ഒരു നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ അതിൽ തടസ്സമുണ്ടാവും. പോയ കാര്യം നടക്കില്ല. ഇത്രയും ദൂരെ ചിലപ്പോൾ കാലത്ത് നാളേക്ക് വന്നോട്ടോ പറയും, പോവും. പക്ഷെ അവിടെ പോയ ആളുണ്ടാവില്ല, അതിൻ്റെ കാര്യം നടക്കില്ല. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള രേഖകൾക്ക് വേണ്ടി കയറി ഇറങ്ങി ആൾ വട്ടം തിരിയും, എന്നാലും കിട്ടില്ല. കേസ് വഴക്കുകൾ നടക്കുകയാണെങ്കിൽ പരാജയപ്പെടാൻ വളരെ ഈസിയാണ്. എതിരാളികൾ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. അങ്ങനെയുള്ള സമയമാണ് വരുന്നത്. അതുപോലെ തന്നെ ഡോക്ടേഴ്സുമാർ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. അതും സർജന്മാർ ചിലപ്പോൾ മരുന്ന് മാറ്റി എഴുതി കൊടുക്കും. ഓർമ്മക്കുറവ് മൂലം മരുന്ന് മാറ്റി എഴുതി കൊടുക്കും. ഈ മരുന്ന് ഏതെങ്കിലും ആൻറ്റിബയോട്ടിക് ഏതെങ്കിലും മരുന്ന് എഴുതുകയാണെങ്കിൽ അതിന് പകരം വേറെ മരുന്ന് എഴുതി കൊടുക്കും. അതുമൂലം രോഗിക്ക് എന്തെങ്കിലും സംഭവിക്കും. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും മനസ്സിൽ ചിലപ്പോൾ വേറെ വല്ല ചിന്തകളെയും വെച്ചിട്ടായിരിക്കും ഓപ്പറേഷൻ ചെയ്യുക. അത് ചിലപ്പോൾ അബദ്ധം വരും, പ്രശ്നം വരും, ജനങ്ങളെ പ്രശ്നങ്ങളുണ്ടാക്കും. അവർക്കൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്നുള്ളത് പറയുന്നത്. അതുപോലെ തന്നെയാണ് അവിടെ ആശുപത്രി ജീവനക്കാർക്കും ഇഞ്ചക്ഷൻ മാറ്റി കൊടുക്കുക, മരുന്ന് മാറ്റി സമയത്ത് കൊടുക്കേണ്ട മരുന്ന് വേറെ മരുന്നെടുത്ത് കൊടുക്കുക. അതുമൂലം രോഗികൾക്ക് വിഷമം ഉണ്ടാകുക. അതുപോലെ സഹകാരങ്ങൾ കിട്ടുക, അവരുടെ പ്രത്യക്ഷമായിട്ട് അവരുടെ ഉണ്ടാകുക. പിന്നെ ഈ രാശിക്കാർക്ക് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ദേഷ്യപ്പെട്ടു കഴിഞ്ഞു പറഞ്ഞാൽ അവരൊരിക്കലും ദോഷം. സൗമ്യതയിൽ പോയി കഴിഞ്ഞു പറഞ്ഞാൽ അത്രയും നല്ലത്. വർത്തമാനം അധികവും ചുരുക്കുക എന്നുള്ളതാണ്. വർത്തമാനം പറയാൻ തുടങ്ങിയാൽ അത് ചിലപ്പോൾ കലകത്തിലായിരിക്കും അവസാനിക്കുക.
അതുപോലെ തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം വഷളാവാതെ നോക്കണം. ഡൈവേഴ്സുമായിരിക്കും ചിലപ്പോൾ എത്താനുള്ള സാധ്യതയുണ്ട് വഴക്ക് മൂലം. അതുപോലെ അടിപിടി കേസുകൾ ഇഷ്ടംമാതിരി നടക്കാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കാകട്ടെ വളരെ ദോഷ സമയമാണ്. പണ്ട് ചെയ്ത ഒരുപാട് തെറ്റുകളെല്ലാം പുറത്തു കൊണ്ടുവരാൻ ഈസിയായിട്ട് പറ്റുന്ന പറഞ്ഞത്. രാഷ്ട്രീയത്തിൽ അഴിമതി വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി ചെയ്യാത്ത അഴിമതിയാണെങ്കിലും ചിലപ്പോൾ തലയിൽ കെട്ടിവെക്കേണ്ടി വരും. അതുപോലെ തന്നെ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു പടത്തിൽ നടക്കാതെ വെറുതെ മിണ്ടാതെ വീട്ടിലിരുന്ന ഒരു കുഴപ്പമില്ല, ഉള്ള പേര് നഷ്ടപ്പെടാതെ കിട്ടും. ഇതിൽ വന്നിട്ട് മോഹൻലാലിൻ്റെ നക്ഷത്രം രേവതിയാണോ എന്നൊരു സംശയമുണ്ട്. പറഞ്ഞു കേട്ടൊരാളാണ്. വിക്കിപീഡിയയിൽ നോക്കിയപ്പോൾ രേവതിയാണ് കണ്ടത്. മോഹൻലാലിനും സമയം ഈ രേവ നക്ഷത്രമാണ് കാരണം കണ്ട് വളരെ ദോഷം വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അവർക്കും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും സിനിമാ മേഖലയിൽപ്പെട്ടിരിക്കുന്നവർക്ക്. സംവിധായകന്മാരെല്ലാം ആലോചിച്ച് ചെയ്തില്ലെങ്കിൽ ഉള്ള പേര് ഇമേജ് ഇപ്പോഴും സൂക്ഷിക്കുന്നവർക്ക് ആലോചിച്ച് മറ്റുള്ളവരെ ഏൽപ്പിക്കുക. നമ്മൾ പിന്നിൽ നിൽക്കുക, അവർ മുന്നിൽ നിൽക്കട്ടെ എന്നുള്ള ലെവലിൽ നിൽക്കണം എന്നുള്ള പറയുന്നത്. നടന്മാരാണെങ്കിലും ഇതന്നെ സ്ഥിതി, നടികളാണെങ്കിലും ഇതന്നെ സ്ഥിതി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗവേഷണം നടത്തുന്നവർ, സാറ്റലൈറ്റ് ഗവേഷണം നടത്തുന്നവർക്കെല്ലാം കോടികളുടെ റോക്കറ്റ് വിക്ഷേപണങ്ങളെല്ലാം നടത്തുന്ന മേലധികാരികൾക്കും അടക്കം തെറ്റുപറ്റും. വിക്ഷേപണം നടത്തിക്കഴിഞ്ഞാൽ അത് പോയ പോലെ തന്നെ തിരിച്ച് താഴേക്ക് വരും, കോടികളുടെ നഷ്ടമുണ്ടാവും. ഇനിയിപ്പോൾ നാവികസേന, കരസേന, വ്യോമസേന, പട്ടാളക്കാർ, ഷിപ്പ് യാർഡ് അങ്ങനെയുള്ള മേഖലകളിലും പൈലറ്റുമാർക്കും വിമാനത്താവളത്തിലും ജീവനക്കാർക്കും എല്ലാം വളരെ ശ്രദ്ധ വേണമെന്നാണ് പറയുന്നത്. അവർക്കെല്ലാം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആപത്തുകൾ തേടി വരും. അതിൽ മിലിറ്ററിക്കാരുടെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. മിലിറ്ററിക്കാർക്ക് ഈ സമയത്ത് ശരിക്കും സ്ഥാനമാറ്റം ചിലപ്പോൾ കിട്ടും. അപകടം പിടിച്ച സ്ഥലത്തേക്കായിട്ട് സ്ഥാനമാറ്റം കിട്ടും. ജീവനടക്കം ആപത്ത് വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയുന്നത്. അവർ വളരെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. പോലീസ് അധികാരികൾക്കും അതുതന്നെ പറയാനുള്ളത്. ചില കേസുകൾ, കുഴപ്പം പിടിച്ച കേസുകളൊക്കെ തലയിൽ വന്ന് കെട്ടിട്ട് ഒന്നിനും അത് കണ്ടുപിടിക്കാനും പറ്റാതെ, അതിന് തുമ്പും കിട്ടാതെ മന്ത്രിമാരുടെയും അല്ലെങ്കിൽ മേലധികാരികളുടെയും വഴക്കിന് പാത്രമായി തീരുന്നതാണ് പറയുന്നത്. ഗവേഷണ മേഖലയിൽ, മെഡിസിൻ മേഖലയിലാണെങ്കിലും മെക്കാനിക്കൽ മേഖലയിലാണെങ്കിലും വാഹന മേഖലയിലാണെങ്കിലും ടെക്നോളജി സംബന്ധമായിട്ടുള്ള മേഖലയിലാണെങ്കിലും കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള മേഖലയിലാണെങ്കിലും ഈ ഗവേഷണ മേഖലയിൽപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം അബദ്ധങ്ങൾ പറ്റുവാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നാണ് പറയുന്നത്. ബിസിനസ് നന്നായി കുറയും. ഏത് ബിസിനസ്സും ആയിക്കോട്ടെ, തൊഴിൽ സംബന്ധം മന്നതിൽ പോവും, തൊഴിൽ മന്നതിൽ പോവും. നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജ്വല്ലറി ആയിക്കോട്ടെ, തുണിക്കട ആയിക്കോട്ടെ, മൊബൈൽ ഷോപ്പ് ആയിക്കോട്ടെ, അങ്ങനെ പലചരക്ക് കടയായിക്കോട്ടെ, ഏത് സ്ഥാപനമായിക്കോട്ടെ മന്നതിൽ പോകും. മന്നത പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് പോവുകയുള്ളൂ നടത്തും. പിന്നെ പല കുബുദ്ധികളും തോന്നും. കുബുദ്ധി പറഞ്ഞ എന്താ പറഞ്ഞാൽ വേണ്ടാത്ത ഇത് തോന്നുക, മയക്കുമരുന്നിന് അടിമപ്പെടുക, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക, ലഹരി വസ്തുക്കൾ വിൽക്കപ്പെടുക, അങ്ങനെയുള്ള ചില കുബുദ്ധികളെല്ലാം തോന്നും. മോഷ്ടിക്കാനുള്ള പ്രേരണ കൂടും. ഇങ്ങനെയുള്ളവരെല്ലാം പെട്ടുപോകുന്നുള്ളത് യാതൊരു സംശയമില്ല. ഇങ്ങനെ തോന്നാനുള്ള കാരണം കൂടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ജന്മസൈന്യം, കണ്ടക സൈന്യം, ഏഴ സൈന്യം കൊണ്ട് ഒരുമിച്ച് വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇവർ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ പലവിധ മേഖലയിൽ പെട്ടിരിക്കുന്നവർക്കും വളരെ ദോഷം തന്നെയാണ്. ഇതിൽ വളരെ ദശാകാലം ഉചിതപരമായിട്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ ചുരുക്കി തന്നെ പറയാം, വിശദമായും പറയാം. അവിട്ടം പൂർവ്വട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം എന്ന് പറയുന്ന സമയത്ത് ഏകദേശം വ്യാഴദശയിലാണ് ഇവർ ജനിക്കുന്നത്. അപ്പോൾ 4-ാം പാദത്തിൽ ജനിക്കുകയാണെങ്കിൽ ഏകദേശം 4 വർഷമോ 3 വർഷമൊക്കെ കിട്ടുകയുള്ളൂ വ്യാഴദശ. 19 വർഷം 22 വയസ്സായിരിക്കും ശനിദശ കാലമായിരിക്കും. 39 വയസ്സ് വരെയും ബുധദശ കാലമായിരിക്കും. 46 വയസ്സ് ശേഷം ശുക്രദശയായിരിക്കും.
ആ ശുക്രദശ ബലവാനാണെങ്കിൽ ഇവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. ബലവാനാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകും ഈ 46 വയസ്സ് കഴിഞ്ഞവർക്ക്. ഇനി അതിന് താഴെയുള്ളവർക്ക് ബുധദശ ബലവാനാണെങ്കിൽ വലിയ ഒരു കുഴപ്പമില്ലാതെ പോകും. ഇനി ചതയ നക്ഷത്രക്കാർ പറയുകയാണെങ്കിൽ ചതയ നക്ഷത്രക്കാർ ജനിക്കുന്നതിന് രാഹുദശയിലാണ്. രാഹുദശ 18 കൊല്ലമാണ്. അതിലത്തെ പകുതി കണക്കാക്കാം, അല്ലെങ്കിൽ ഒരു 10 വർഷം കണക്കാക്കാം, അല്ലെങ്കിൽ ഒരു 5 വർഷം കണക്കാക്കാം, വേണ്ട 7 വർഷം കണക്കാക്കാം. 7 വർഷം കണക്കാക്കുകയാണെങ്കിൽ രാഹു 7, അത് കഴിഞ്ഞാൽ വ്യാഴം 16, 7, 23 വയസ്സിന് ശേഷം ശനിയാണ്. 23, 10, 33, 40, 42 വയസ്സിന് ശനിയാണ്. ശനി ദശ ദോഷകാലമാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ശനി ദശയും ഏഴശനിയും ജന്മശനിയും കണ്ടശനിയും. അത് കഴിഞ്ഞിട്ട് ബുധദശ വരുള്ളൂ. ബുധൻ നല്ലതാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ശനി ബലവാനാണെങ്കിലോ ലഗ്നാധിപനോ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 2ാം ഭാവത്തിലോ 11ാം ഭാവത്തിലോ ത്രികോണസ്ഥാനമായിട്ടുള്ള 5ാം ഭാവത്തിലോ കർമ്മസ്ഥാനമായ 10ാം ഭാവത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല സ്ഥാനത്ത് ശത്രുക്ഷേത്രമില്ലാതെ മിത്രക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകാം എന്നാണ് പറയുന്നത്. 42 വയസ്സിൽ അത് കഴിഞ്ഞു കൊണ്ട് പിന്നെ ബുധദശയാണ്, അത് വലിയ കുഴപ്പമുണ്ടാവില്ല. ഇനി രേവതി നക്ഷത്രക്കാർക്കാവട്ടെ, രേവതി നക്ഷത്രക്കാർ ജനിക്കുന്നത് തന്നെ ബുധദശയിലാണ്. ബുധദശ 17 കൊല്ലമാണ്. അതിൽ നമുക്കൊരു 7 കൊല്ലം കണക്കാക്കാം. അത് കഴിഞ്ഞ് കേതുണ്ട്. 7, 14 വയസ്സ് വരെ കേതു വന്നു. പിന്നെ വരുന്ന 20 വയസ്സ് വരെയും 34 വയസ്സ് വരെ ശുക്രദശയാണ്. ആ ശുക്രൻ നല്ലതാണെങ്കിൽ യൗവനക്കാർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. 34 വയസ്സ് കഴിഞ്ഞ് സൂര്യദശയാണ്. സൂര്യദശ മിക്കവാറും ഗുണം ചെയ്യും, 40 വയസ്സ് വരെ ഗുണം ചെയ്യും. 40 വയസ്സിന് ശേഷം വരുന്ന ചന്ദ്രദശ ചിലപ്പോൾ വളരെ ദോഷം ചെയ്യും, അപൂർവമായിട്ടുണ്ടാവുള്ളൂ. ചില നല്ല ചന്ദ്രനുണ്ട്. അടുത്ത വർഷത്തിലുള്ള ചന്ദ്രൻ ഇഷ്ടസ്ഥാനമായിട്ടുള്ള ലഗ്നം 5, 7, 9, 10, 11 ഈ ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതേ സമയത്ത് 2, 3, 4, 6, 12 ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടേണ്ടി വരുന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ വരുന്നത്. ഇതിന് പരിഹാരമായിട്ട് പറയുകയാണെങ്കിൽ ശാസ്താവിങ്കൽ ശനിനെ ശാസ്താവായിട്ടും അയ്യപ്പനായിട്ടൊക്കെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരകത്വം അതാണ് പറയുന്നത്. ശാസ്താ ഭജനം തന്നെയാണ് പറയുന്നത്. ശാസ്താവിൻ്റെ ഭജന നാമാവലി, അതായത് മന്ത്രങ്ങളും അയ്യപ്പ ശരണമന്ത്രങ്ങളും ശബരിമലയ്ക്ക് പോക്കുവരവും അയ്യപ്പ ക്ഷേത്ര ദർശനവും ശനിയാഴ്ച വ്രതവും ശനിയാഴ്ച അയ്യപ്പ ക്ഷേത്രത്തിൽ പോയിട്ട് നീരാഞ്ജന വഴിപാടും മാസത്തിൽ 1 പ്രാവശ്യം എള്ളു പായസവും നടത്തുന്നതുകൊണ്ട് ഇതിന് കുറവ് കിട്ടും. മാറ്റങ്ങളുണ്ടാവില്ല, കുറവ് കിട്ടും. ചിലവർക്ക് അത് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, പക്ഷേ ഉണ്ടാവും, അത് നിങ്ങൾ അറിയില്ല എന്നുള്ളതാണ്. അതായത് 10,000 ചിലവാകേണ്ട അവിടെ ചിലപ്പോൾ 5,000 ചിലവാകും. എന്നാലും ചിലവായില്ല എന്ന് വിചാരിക്കും, പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ ചിലവാകേണ്ടതായിരിക്കും, അത് നിങ്ങൾ അറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അതാണ് പരിഹാരം ചെയ്യേണ്ടത്. പിന്നെ 6 മാസത്തിൽ ഒരിക്കൽ ഭവനത്തിൽ വെച്ച് മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. അല്ലാത്ത പക്ഷം എല്ലാ മാസവും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തി വരിക. അവരവരുടെ നക്ഷത്ര ദിവസം ആപത്തുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് മരണത്തിന് പഠിച്ചിട്ടല്ല, ആപത്തുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ വക കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് പരിഹാരപരമായിട്ട് വരും എന്നാണ് പറയുന്നത്. ഇനി സാമ്പത്തികപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്നവർക്ക് ഹോമാദി കർമ്മങ്ങൾ നടത്താം. നവഗ്രഹ ഹോമമുണ്ട്, ശനിഗ്രഹ ഹോമമുണ്ട്. പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ഹോമങ്ങളുണ്ട്. കുറച്ച് സ്വാധീനമുള്ളവരും സാമ്പത്തിക ശേഷിയുള്ളവരൊക്കെ ആണെങ്കിൽ നല്ലൊരു ജ്യോത്സ്യനൊക്കെ ഉണ്ട്. താമ്പൂര് പ്രശ്നം വെപ്പിച്ച് ഇനി വരാൻ പോകുന്ന സ്ഥിതി എന്താണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ഒരു മഹാഹോമം തന്നെ നടത്തുക. അതിനൊരു ലിസ്റ്റ് തന്നെ ഉണ്ട്, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഒരു ഡോക്ടർ സ്റ്റെത്തോസ്കോപ്പ് വെച്ച് നെഞ്ചത്ത് വെച്ച് നോക്കിയിട്ട് എന്തെങ്കിലും വിസ കണ്ടു കഴിഞ്ഞാൽ
സ്കാനിങ്ങിനോ എക്സ്റേക്കോ എഴുതും. സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ബുദ്ധിമുട്ട് എന്ന് പറയും. ആ ബുദ്ധിമുട്ടിനെ അതിജീവിക്കാൻ വേണ്ടി ഏത് റൂട്ടിൽ പ്രവർത്തിക്കണം, എന്ത് മരുന്ന് കഴിക്കണം, ഓപ്പറേഷൻ വേണം, എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയുള്ള റൂട്ടുണ്ട്. ആ റൂട്ട് വഴിയുള്ള പരിപാടിയാണ് തമിഴ് പ്രശ്നത്തെ വെച്ച് നോക്കിയിട്ട് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രക്ഷ പ്രാപിക്കാമെന്ന് പറയുന്നത്. 1 കൊല്ലത്തെ ഫലമേ കിട്ടുള്ളൂ. കാരണം ഈ സമയമായ കാരണം കൊണ്ട്. അല്ലാത്ത പക്ഷം 6 വർഷം കിട്ടും. 6 വർഷം കിട്ടും. ഒരു വ്യാഴവട്ടക്കാലം നല്ല മഹാഹോമങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഒരു വ്യാഴവട്ടക്കാലം വരയ്ക്കും നമുക്ക് അതിൻ്റെ പരിഹാരം കിട്ടുന്ന പറയുന്നത് 12 കൊല്ലം. ഈ 12 കൊല്ലം കൂടുമ്പോഴാണ് ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടത്താറുള്ളത്. പക്ഷേ ഇപ്പോൾ സാറ്റലൈറ്റുകൾ ഒരുപാട് ടവറുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് വന്ന കാരണം കുംഭം പറഞ്ഞാൽ മുകളിലിരിക്കുന്ന കുംഭമാണ്. അതിനെയാണ് കുംഭാഭിഷേകം. അതിന് അഭിഷേകം ചെയ്യണം. അതിൻ്റെ ശരിക്കുള്ള നാളത്തെയാണ് ബിംബസ്ഥാനം വരുന്നത്. അതിനാണ് ശരിക്കും പവർ വരുന്നത്. സൂര്യൻ്റെ പ്രകാശം അതിൽ തട്ടിയിട്ടാണ് പവർ വരുന്നത്. അപ്പോൾ അതിന് ടവറുകൾ മറ്റൊന്ന് വന്ന കാരണം ഒരു വ്യാഴവട്ടക്കാലം പോയി 6 മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യണം. ഇപ്പോഴും ചിലവർ 12 കൊല്ലം കഴിഞ്ഞ് ചെയ്യാത്തവരുമുണ്ട്. 6 വർഷത്തിലൊരിക്കലെങ്കിലും കുംഭാഭിഷേകം ക്ഷേത്രങ്ങളിൽ നടത്തണം എന്നാണ് പറയുന്നത്. അത് വേറൊന്നുമല്ല, പണ്ട് കാലത്താണ് ഒരു വ്യാഴവട്ടക്കാലം 12 കൊല്ലം കൂടുമ്പോൾ ഒരു കുംഭാഭിഷേകം നടത്തും. പക്ഷേ ഇപ്പോൾ ടവറുകൾ കൂടി. ടവറുകൾ പറഞ്ഞാൽ സാറ്റലൈറ്റ് പവറുകൾ ഒരുപാട് സാറ്റലൈറ്റുകൾ കൂടി അതിൻ്റെ ഇത് ശക്തി നഷ്ടപ്പെട്ടു. നമ്മൾ ചെയ്യുന്ന പരിഹാരത്തിൻ്റെ കഷ്ടമാണ്. എന്തിന് ഏറെ പറയുന്നു, നമ്മൾക്ക് എത്ര വയസ്സ് ആയുസ്? ഒരു ജാതകപ്രകാരം എല്ലാ അപകാരങ്ങളും എല്ലാ ദശകളും അനുഭവിക്കണമെങ്കിൽ 120 വയസ്സ് വരെ ജീവിക്കണം. ഇന്ന് 120 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടോ? 60 വയസ്സ് എത്തിയാൽ ഭാഗ്യം എന്നെ പറയാം. അപ്പോൾ ഈ മീനൻ രാശിക്കാർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബോധ്യമായിട്ടുണ്ടാവും. വിശദമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് ബോധ്യമായിട്ടുണ്ടാവും എന്നാണ് പറയുക. വളരെ ശ്രദ്ധിച്ച് വളരെ കൈകാര്യം ചെയ്ത് ദൈവഭക്തിയോടുകൂടി പോവുക. ഒരിക്കലും ദൈവഭക്തിയോടുകൂടി പോകാതെ ദൈവത്തിനെ നിന്ദിച്ച് പോകരുത് എന്നാണ് പറയാനുള്ളത്. അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും. നമസ്കാരം.